ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം നമുക്കിന്നൊരു ബോളി തയ്യാറാക്കി എടുത്താലോ. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് കടലപ്പരിപ്പ് കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പ് ഉണ്ട് കേട്ടോ. അത് അളവറിയാതെ എടുത്തതാണ്, ഇത്രയൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് കുക്കറിലൊരു 3-4 വിസിൽ വരണ വരെ ഞാനതൊന്ന് വേവിച്ചെടുത്തു. ഇനി അതൊന്ന് വെള്ളം വാരാൻ വേണ്ടി അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി 1 കപ്പ് മൈദയിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പൊറാട്ട മാവൊക്കെ കുഴക്കുന്ന പോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുത്താൽ ചപ്പാത്തി മാവിനേക്കായും കുറച്ച് അഴവായിട്ട് ഏകദേശം നമ്മുടെ പൊറാട്ട മാവ് പോലെ തന്നെ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ നന്നായി കുഴഞ്ഞു വന്നപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ നമ്മുടെ സാധാരണ മിൽമയുടെ നെയ്യും 1 ടീസ്പൂൺ നമ്മൾ നല്ലെണ്ണയും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ തടവി കൊടുത്തിട്ട് ആ പാത്രത്തിൽ ഒരു അരമണിക്കൂറോളം സമയം, അതായത് ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വരുന്നവരെ ഇതിനൊന്ന് മൂടി വെച്ചു. ഇനി ഇതാ നന്നായി വെള്ളം വാർന്നു വന്നിട്ടുള്ള ഈ കടല ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. കൂടെ 2 ഏലക്കായ കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്ന് നന്നായി ഒന്ന് പേസ്റ്റായിട്ട് അരയണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് വെള്ളം നന്നായി വാർന്നു പോയത് കൊണ്ട് തന്നെ ഇതൊന്ന് പൗഡർ രൂപത്തിലേക്കാണ് കിട്ടിയത്. ഇതിലേക്ക് ഞാൻ കുറച്ച് മധുരത്തിനനുസരിച്ചിട്ട്, അത്രയും നാം പറയണുള്ളൂ, മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കരയും പഞ്ചസാരയും കൂടെ മിക്സാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ കടലിലോട്ട് ഇട്ട് കൊടുത്തതാണല്ലോ. ഇനി ഈ ശർക്കരയും പഞ്ചസാരയും കൂടി ഒന്ന് അലിഞ്ഞ് വരണം. പക്ഷെ ഞാനിതിൽ വെള്ളം അതായത് നമ്മുടെ കടലിലെ വെള്ളത്തിൻ്റെ നനവ് കുറവായതുകൊണ്ട് തന്നെ ഒരല്പം വെള്ളം കുടഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം വെള്ളത്തിൻ്റെ അംശം കുറവുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശർക്കരക്ക് ഉരുകി വരാൻ ഇച്ചിരി മടിയുണ്ടായിരുന്നു. പിന്നെ ഞാനിത് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാനെന്നല്ല വീട്ടിൽ ആരും കഴിച്ചിട്ടില്ല ചോദിച്ചറിഞ്ഞ് നോക്കുമ്പോൾ. എൻ്റെ മോള് കഴിച്ചിട്ടുണ്ട് എവിടെയോ കല്യാണത്തിനൊക്കെ പോയപ്പോൾ. പക്ഷെ നല്ല ടേസ്റ്റ് ആണെന്ന് നമുക്ക് പറഞ്ഞു. പക്ഷേ അവളെ മുന്നിൽ നിർത്തിയിട്ടാണ് ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ അതാ ശർക്കരയും പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് പശു നെയ്യ്, 1 ടീസ്പൂണല്ല, 1.5 ടീസ്പൂണ് പശു നെയ്യും കൂടെ ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്തു. നന്നായി മിക്സാക്കി എടുത്തപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കാൻ പറ്റുന്ന പോലൊക്കെ തന്നെ കുഴച്ചെടുക്കാനും പറ്റിയിട്ടാണ്. ഇനി ഇതൊരു സൈഡിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബോളി കഴിക്കാത്ത എനിക്കൊരു മനസ്സിലൊരു ഇഷ്ടം, എന്തായിരിക്കും ഈ ബോളി. മനസ്സിൽ തന്നെ ഇതിൻ്റെ ഏകദേശം ഒരു ടേസ്റ്റൊക്കെ ഞാൻ മനസ്സിൽ രൂപം കൊണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ അതാ ഇത് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊടി ആദ്യം കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ മാവ്, ആ മാവിൽ നിന്ന് ചെറിയ ഉരുള എടുക്കുക. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിതാ അതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുഴലിൽ വെച്ച് പരത്തിയെടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ ചില വീഡിയോയിലൊക്കെ കയ്യിൽ വെച്ച് പരത്തിയെടുക്കുന്നത് കണ്ടപ്പോൾ എന്നാൽ എളുപ്പം അതല്ലേ എന്ന് വിചാരിച്ചിട്ട് കൈകൊണ്ട് തന്നെ പരത്താം എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ആദ്യം അത് കൈവെള്ളയിൽ വെച്ച് ഒന്ന് പരത്തിയെടുത്തു. അപ്പോൾ കയ്യിൽ സ്പേസ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഒരു പലകയിലോട്ട് ഇട്ട്, അതല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുത്തു. അപ്പോൾ എനിക്ക് തോന്നി കുഴലിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ പൊറാട്ട മാവ് നീണ്ടു വരുന്ന പോലെ തന്നെ ഇതിങ്ങനെ പരത്തുന്നതിനനുസരിച്ച് ഇങ്ങനെ വലിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു ചെറിയ ഉരുള നമ്മുടെ കടലമാവ് കുഴച്ച് വെച്ചതും കൂടെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ 4 സൈഡിൽ, അതായത് ചുറ്റുഭാഗത്തുള്ള പൊടികളൊക്കെ കൂടെ കൊണ്ട് ഇതിനെ കവർ ചെയ്തെടുത്തു. ഇത് നന്നായി കവർ ചെയ്ത് ശേഷം ഇതിനെ ഞാനിതാ കൈ വെച്ചിട്ട് വീണ്ടും നമ്മൾ പരത്തിയെടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഇതാ ഇത് നന്നായി കവർ ചെയ്തെടുത്തു. കൈ വെച്ചിട്ട് നമുക്കിന്നൊന്ന് വീണ്ടും പരത്തിയെടുക്കാം. അപ്പോൾ അതിൽ അവർ പറയുന്നത് ബാക്കി വരുന്ന മാവെല്ലാം പൊട്ടിച്ച് നീക്കി വെക്കുക എന്നാണ്. പക്ഷെ ഞാനത് വെച്ചിട്ട് തന്നെ ഇനി പൊട്ടി പോകണ്ടെന്ന് വിചാരിച്ചു, ആദ്യമായിട്ട് ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ അതാ കൈ കൊണ്ട് പരത്തിയപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ഇത് നല്ല സുഖമായിട്ട് പരത്തി വരുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റായി. ഞാനിതിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേഗം വേഗം പരത്തിയെടുത്തു. അപ്പോൾ പരത്തിയെടുത്തപ്പോൾ ഞാനിത് നമ്മുടെ കേക്കിൻ്റെ ടേൺ ടേബിളിൽ വെച്ചിട്ടാണ് പരത്തിയത്. അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ അടി പൊട്ടാൻ സാധ്യതയുണ്ട്, ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റട്ടെ എന്ന്. അങ്ങനെ ഞാൻ പ്ലേറ്റിൽ വെച്ചിട്ടാണ് പിന്നെ ബാക്കി പരത്തിയെടുത്തത് കേട്ടോ. ഈ സമയം ഞാനൊരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വരുന്നുണ്ട് കേട്ടോ.
അത് നമ്മൾ പരത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം മാവിൽ ഒഴിച്ച് വെച്ച കുറച്ച് എണ്ണ അവിടെ ബാക്കിയുണ്ട്. ഞാനത് കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ പരത്തി കൊടുക്കുന്നത്, കയ്യിലൊന്നും ഒട്ടണ്ട എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പരത്തിയെടുത്തപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ നമുക്ക് പലകയിൽ നിന്ന് മാറ്റിയെടുക്കാനും പറ്റുന്നുണ്ട്. ഇത് നമ്മൾ ചൂടായ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിനൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഒരു സൈഡ് നന്നായി ചൂടായി വന്നപ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഞാൻ അതേപോലെ തിരിച്ചിട്ട് കൊടുത്ത് അപ്പോൾ അത് നമ്മളെ ചപ്പാത്തി പോലെ ഒന്ന് പൊള്ളച്ച് വരണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഈ ബോളി ചുട്ടെടുത്തു. അപ്പോൾ ആദ്യത്തെ ബോളി ചുട്ടെടുത്തപ്പോൾ എനിക്ക് ഒരു സമാധാനമായി, കാരണം നമ്മൾ കവർ ചെയ്തതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ഇനി രണ്ടാമത്തെ ബോളിയും കൂടെ നമുക്കൊന്ന് പരത്തിയെടുത്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ഇച്ചിടുന്നതിൻ്റെ ഇടയിൽ തന്നെ അതിനെ പരത്തിയെടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ രണ്ടാമത്തെ മാവും കൂടെ ഞാനിതാ പ്ലേറ്റിൽ വെച്ചിട്ട് പരത്തിയപ്പോൾ അത് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ രണ്ടാമത്തെ മാവിലോട്ട് വീണ്ടും ഇതേപോലെ നമ്മുടെ കടലമാവ് കവർ ചെയ്തു പരത്തിയെടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൈ കൊണ്ട് പരത്തുന്ന വീഡിയോ കണ്ടിട്ടാണ് ഞാനിവിടെ കൈ കൊണ്ട് തന്നെ പരത്തിയെടുത്തത്. പക്ഷേ ഇത് കോയിൽ വെച്ച് പരത്തിയെടുക്കുന്നത് നന്നായി കനം കുറഞ്ഞ് കിട്ടും. അപ്പോൾ ബോളി ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, കൈ കൊണ്ട് പരത്തിയെടുക്കാൻ. അപ്പോൾ ഞാനിത് കഴിച്ചിട്ടുള്ള ഒരേ ഒരാൾ എൻ്റെ മോളാണ്. അവൾക്ക് കൂടി ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അവൾ പറഞ്ഞത് ഇതൊന്നും കൂടെ കനം കുറഞ്ഞ് കിട്ടണം എന്നാണ്.